രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തായിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരോ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു. അവരുടെ ആഡംബര ചെരുപ്പടക്കം എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല, പെൺകുട്ടിയുടെ ചെരുപ്പ് ഇയാൾ എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് കാണിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. എന്തൊക്കെ ഒരു സൈക്കോ സ്വഭാവമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളതെന്ന്. ഷീജ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ഷീജ, തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ് നമ്മൾ കേട്ടു, ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന ഉറപ്പ് അദ്ദേഹം നൽകുകയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയാണല്ലോ ഷീജ പുറത്തേക്ക് വരുന്നത്. ആ പെൺകുട്ടിയുടെ ആഡംബര ചെരുപ്പടക്കം ഇവൻ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് എന്തിന്റെ കേടാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നു. ആ പെൺകുട്ടിയുടെ ചെരുപ്പടക്കം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. പലതവണ പണം വാങ്ങിയിരിക്കുന്നു, ഫ്ളാറ്റ് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട്. അതിക്രൂരമായ ശാരീരിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നു, അത് കണ്ട് ആനന്ദിക്കുന്നു. അസാധ്യമായ ഒരു സൈക്കോ സ്വഭാവമാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്ന ഷീജ. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ മനോവൈകൃതം എന്നൊക്കെ പറയുന്നത് അതിന്റെ അങ്ങേ തലയ്ക്കലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും ഈ പെൺകുട്ടിയെ വലിയ തോതിൽ പ്രലോഭിപ്പിക്കുന്നു. അതായത് നിന്നെ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുള്ള വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് അതിക്രൂര ബലാത്സംഗം ചെയ്യുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു മെന്റൽ ട്രോമയിലേക്ക് ആ പെൺകുട്ടിയെ തള്ളിവിടുന്ന തരത്തിലുള്ള നടപടിയാണ് ആ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ കുട്ടി വേണം എന്ന് നിർബന്ധിക്കുന്നു. ഗർഭിണിയായപ്പോൾ പക്ഷേ പാടെ ഉപേക്ഷിക്കുന്നു. ഇതാണ് സ്വീകരിച്ചൊരു നടപടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയിൽ നിന്നും നിരന്തരം പണം വാങ്ങുകയും ഭീഷണിപ്പെടുത്തി അടക്കം പണം വാങ്ങുന്ന ഒരു നടപടിയും ഉണ്ടായി. യുവതിയിൽ നിന്ന് ആഡംബര വാച്ച് കൈവശപ്പെടുത്തുന്നു, ചെരുപ്പ്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്ന് പറയുന്നത്. ഏതായാലും പോലീസ് ഇതിൽ നടത്തിയിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ആദ്യം തന്നെ പ്രധാനപ്പെട്ട തെളിവുകൾ എല്ലാം തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായി എന്നുള്ളതാണ്. പ്രത്യേകമായി തന്നെ ആ തെളിവുകൾ ശേഖരിച്ച ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ അത് കൃത്യമായ രീതിയിൽ തന്നെ യുവതി പോലീസിന് കൈമാറി. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ അത് ശേഖരിച്ചു. ഈ ബലാത്സംഗം നടന്ന ഹോട്ടൽ, ആ ഹോട്ടലിലെ രേഖകൾ അടക്കം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. ഫോൺ കോളിന്റെ വിശദാംശങ്ങൾ അടക്കം ശേഖരിച്ച് അങ്ങനെ ഒരു പഴുതടച്ചൊരു അന്വേഷണം തന്നെയാണ് ഈ മൂന്നാമത്തെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഈ പെൺകുട്ടിയെ ആദ്യം ബലാത്സംഗം ചെയ്തതിനു ശേഷം ആ പെൺകുട്ടിയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഈ പീഡന വിവരം, അതായത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ ജീവനം തന്നെ തകർക്കും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ സഹോദരിയുടെ വിവാഹം മുടക്കും എന്നും രാഹുൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ പീഡന വിവരം ഏതെങ്കിലും തരത്തിൽ പുറത്തറിഞ്ഞാൽ പെൺകുട്ടിയുടെ സഹോദരിയുടെ വിവാഹം അടക്കം മുടക്കുമെന്നാണ് അയാൾ ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അതായത് വലിയ തോതിലുള്ള ഭീഷണിയാണ് ആ പെൺകുട്ടി നേരിട്ടിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഗർഭിണിയാണ് എന്ന് അറിഞ്ഞ ഒരു ഘട്ടത്തിൽ ഉടൻ തന്നെ രാഹുൽ ആ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് മുൻപ് വരെ പീഡനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിവരം പുറത്തു പറയുകയാണെങ്കിൽ ജീവിതം തന്നെ നശിപ്പിക്കും, പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ സഹോദരിയുടെ വിവാഹമടക്കം മുടക്കും എന്ന രീതിയിലായിരുന്നു രാഹുലിന്റെ ഭീഷണി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ലോക്സഭാ പ്രത്യേകിച്ചും വടകരയിലേക്ക് ഈ പെൺകുട്ടിയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അത് വടകരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെ, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും പലയിടങ്ങളിൽ എത്തിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഇനി അത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്നതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടി എത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇനി നമുക്ക് അല്പസമയത്തിനകം തന്നെ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ ആ രീതിയിൽ ഉള്ള നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ അതിക്രൂരമായ രീതിയിലുള്ള
ഒരു നടപടി അത് തന്നെയാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മനു. കാരണം അത്രത്തോളം ഒരു മനോവൈകൃതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രാഹുലിന്റെ ഈ ഒരു നീക്കത്തെ. എങ്ങനെയാ? കാരണം ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു. സ്നേഹിക്കുകയായിരുന്നില്ല ഇവൻ എന്ന് പറയേണ്ടി, ഈ ഫ്ലോറിൽ നിന്ന് ഒരാളെ കുറിച്ച് ഇവൻ എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഇയാളെ പിന്നെ എങ്ങനെയാണ് ഞാൻ വിശേഷിപ്പിക്കുക? ഇവൻ സ്നേഹിക്കുകയായിരുന്നില്ല. സ്നേഹിക്കുക എന്ന വാക്ക് നമ്മൾ ഒരിക്കലും പ്രയോഗിക്കരുത്. സ്നേഹം നടിച്ച് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി അവരെ ഗർഭിണിയാക്കി ചതിച്ച് അവരുടെ പണമടക്കം ഊറ്റിയെടുക്കുന്ന ഒരു മാനിയാക്ക് അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ ഷീജ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനു വിശേഷിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സ്വാഭാവികമായും ഒരു പെൺകുട്ടിയോട് ഇഷ്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞൊക്കെ സ്വാഭാവികമായും പല ബന്ധങ്ങളും തുടങ്ങുന്നതുണ്ട്. പക്ഷേ രാഹുലിന്റെ ബന്ധത്തിൽ ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം കാണേണ്ടത്, രാഹുൽ ഓരോ കേസിലും സ്വീകരിച്ചിരുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ആദ്യം തന്നെ വിവാഹ വാഗ്ദാനം നൽകുന്നു. വിവാഹ വാഗ്ദാനം നൽകി ആ ബന്ധം ആരംഭിക്കുന്നു. അങ്ങനെ ആ ബന്ധം ആരംഭിച്ചതിന് ശേഷം ആവശ്യപ്പെടുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വിവാഹം നടക്കണമെങ്കിൽ നമുക്കൊരു കുഞ്ഞുണ്ടാകണം. കുഞ്ഞുണ്ടായാൽ മാത്രമേ നമ്മുടെ വിവാഹം വീട്ടിൽ അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊരു വല്ലാത്ത വീടാണല്ലോ ഷീജ. സാധാരണഗതിയിൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കുഞ്ഞുണ്ടായാൽ മാത്രമേ കല്യാണം അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ന്യായീകരണം തന്നെ കേട്ടോ. അതെ, അതാണ് രാഹുലിന്റെ ആ ട്രാപ്പിലേക്ക് പെൺകുട്ടികളെ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് രാഹുലിന്റെ അത് എന്നുള്ളതാണ്. കാരണം ഇത് ഒരു കേസിലാണ് സംഭവിച്ചതെങ്കിൽ നമുക്ക് ആ കേസുമായി മാത്രം ബന്ധപ്പെടുത്തി അതിനെ പറയാൻ സാധിക്കും. പക്ഷേ ഇത് ഒരു കേസിന്റെ മാത്രം കാര്യമല്ല. പല കേസുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സാഹചര്യം എന്നുള്ളതാണ് നമുക്കിതിൽ പറയേണ്ടത്. കാരണം അല്പസമയം മുമ്പ് ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്, രാഹുലിന്റെ നാട്ടുകാരനാണ്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞിരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഈ കേസുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, അതായത് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ വന്നിരുന്ന സമയത്ത് ആ വിദ്യാർത്ഥികളെ പോലും വെറുതെ വിട്ടിട്ടില്ല. ആ വിദ്യാർത്ഥികളെ പോലും ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ആരും പേടിച്ചുകൊണ്ട് ഇതിൽ പരാതിയുമായി പുറത്തോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്. അതിന് സമാനമായ രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളിൽ പല പെൺകുട്ടികളോടും ഈ രീതിയിലുള്ള പെരുമാറ്റം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതിന് പുറത്താണെങ്കിലും ആ രീതിയിലുള്ള നടപടി രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അത് എല്ലാവരുടെ കേസുകളിലും രാഹുൽ സ്വീകരിക്കുന്ന സമീപനം അത് തന്നെയായിരുന്നു. കാരണം ഏതൊരു ബന്ധവും തുടങ്ങിയതിനു ശേഷം ആ ബന്ധം ഒരു ലൈംഗിക ബന്ധം എന്ന് നമുക്ക് അതിനെ പറയാൻ സാധിക്കില്ല. കാരണം ബലാത്സംഗമാണ് രാഹുൽ നടത്തുന്നത്. അതൊരു പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് പോലും പറയാൻ സാധിക്കില്ല. അത്രത്തോളം ഗുരുതരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുന്നു, ആ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു മനോവൈകൃതമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഓരോ പെൺകുട്ടികളുടെ കേസിലും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇവരെല്ലാവരും ഈ വിഷയം പുറത്തു പറയാൻ മടിക്കുന്നത് അവരുടെ ഈ നിരന്തരമായിട്ടുള്ള രാഹുലിന്റെ ഭീഷണിയെ തുടർന്നാണ്. ആ ഭീഷണി പുറത്തു പറയാൻ മടിക്കുന്നത് സ്വാഭാവികമാണെന്നേ. കാരണം അറിയാമല്ലോ, ഈ സൈബർ വെട്ടുകളി കൂട്ടമുണ്ടല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, ഇയാളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എത്ര തരത്തിലുള്ള ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് നമുക്കറിയാമല്ലോ. മുതിർന്ന നേതാക്കളെ പോലും വെറുതെ വിട്ടോ ഈ സംഘം, ഈ വെട്ടുകളി കൂട്ടം പല തലമുറകൾക്ക് വിളിച്ചുകൊണ്ട് അവരെ ക്രൂരമായി സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുകയായിരുന്നില്ല ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ഭയമുണ്ടാകും പെൺകുട്ടികൾക്ക് തുറന്നു പറയാൻ. ഇപ്പോൾ തന്നെ ഈ പരാതി വരുന്നത് എങ്ങനെയാണ്? 2 പെൺകുട്ടികൾ പരാതിയുമായി രംഗത്ത് വന്നതിന്റെ പുറമെയല്ലേ ഇപ്പോൾ ഈ 3ാമത്തെ പരാതിയും വന്നിരിക്കുന്നത്. അതിനുള്ള ധൈര്യം അപ്പോഴല്ലേ ഉണ്ടാകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ സർക്കാരും ഈ മുഖ്യമന്ത്രിയും കേരളത്തിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവൻ അകത്ത് കിടക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതിന് ഒരു സംശയവും വേണ്ട. മറ്റാരായിരുന്നെങ്കിലും ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുമായിരുന്നില്ല. തീർച്ചയായും അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ ഓരോ കേസിന്റെ കാര്യത്തിലും കൃത്യമായ രീതിയിൽ തന്നെ സർക്കാർ നൽകിയ ഒരു ഉറപ്പുണ്ട്. കാരണം അതിജീവിത ഒരു പരാതിയുമായി രംഗത്ത് വരികയാണെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ അവർക്ക് എല്ലാ വിധത്തിലുള്ള സുരക്ഷയും സർക്കാർ ഉറപ്പാക്കും എന്നുള്ള ഉറപ്പ്, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യ 2 പരാതികൾ വന്നു. ആ ആദ്യ 2 പരാതികളുടെ പിന്നാലെയാണ് ഇപ്പോൾ 3ാമത്തെ പരാതി കൂടി വന്നിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഏകദേശം 4 ദിവസം മുൻപാണ് ഈ പരാതി
നടപടിയായി വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ എത്രയും വേഗത്തിൽ തന്നെ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതും പഴുതടച്ച ഒരു അന്വേഷണം. ആ പഴുതടച്ച അന്വേഷണം ഇതിൽ ഉറപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിധത്തിലും ഒരു വിവരവും പുറത്തു പോകാത്ത തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അത് കൃത്യമായ രീതിയിൽ തന്നെ നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇതിൽ രാഹുലിന് മറ്റൊരു മാർഗവും തേടാനുള്ള ഒരു സാവകാശം പോലും നൽകിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഇന്നിപ്പോൾ ഈ ഒരു രാഹുലിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം രാഹുൽ ഉറപ്പായും ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ ഉടൻ തന്നെ ഒളിവിൽ പോകുന്നതടക്കമുള്ള നടപടികൾ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ പഴുതടച്ച രീതിയിൽ ആദ്യം പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ തെളിവുകളുടെ ബലത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും അങ്ങേയറ്റം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഷീജ നോക്കൂ, ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ ഞാൻ കേൾക്കുകയായിരുന്നു. ഷീജ ഉണ്ടായിരുന്നല്ലോ അവിടെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം മനസ്സിലാക്കിയൊരു വിവരം പുറത്തു പറഞ്ഞു. അതായത് ആ പെൺകുട്ടിയുടെ ചെരുപ്പടക്കം ഇയാൾ എടുത്തുകൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ സ്വഭാവ വൈകൃതങ്ങളാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുകയല്ലേ? തീർച്ചയായും രാഹുലിന്റെ ഒരു മനോവൈകൃതം അത് നമുക്ക് പറയുവാൻ തന്നെ സാധിക്കുന്നില്ല. കാരണം ഒരു ഏത് തരത്തിലുള്ള ഒരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. ഒരു ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ നമ്മുടെ ജനപ്രതിനിധി ആയിരുന്നത് എന്നുള്ളതിൽ നമ്മൾ നാണക്കേട് തോന്നേണ്ട ഒരു സാഹചര്യമാണ്. കാരണം പക്ഷേ ആ നാണക്കേട് നമുക്ക് തോന്നുമ്പോഴും കോൺഗ്രസിന് അത് തോന്നുന്നില്ല എന്നതാണ് ഷീജ പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ തങ്കപ്പൻ DCC അധ്യക്ഷൻ പറഞ്ഞത് പാർട്ടിയിൽ ഞങ്ങൾ പുറത്താക്കി, ഇനി MLA സ്ഥാനം ഒഴിയണമോ എന്ന് തീരുമാനിക്കേണ്ടത് അയാളുടെ സ്വന്തം ഇഷ്ടമാണെന്നാണ്. അങ്ങനെ പറഞ്ഞ് ഒഴിയുകയാണ്. ഷീജ പറഞ്ഞ ഈ നാണക്കേട് കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഷീജ ഷീജ, ഞാൻ ഷീജയിലേക്ക് മടങ്ങി വരാം. ഇവിടെ ഷീജ ഉന്നയിച്ച് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരു ജനപ്രതിനിധി നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. പക്ഷേ ആ നാണക്കേട് എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നുന്നില്ല? നിങ്ങൾ MLA സ്ഥാനം രാജിവെച്ചൊഴിയണം എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നില്ല? മറ്റു പാർട്ടികളിൽ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ എന്നൊരു ന്യായീകരണമാണ് കോൺഗ്രസ് നേതാവ് തങ്കപ്പൻ DCC അധ്യക്ഷൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തങ്കപ്പനോട് ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ വിൻസെന്റ് ഇപ്പോഴും നിങ്ങളുടെ MLA അല്ലേ, കോവളം MLA, അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് എന്താണ്? ഒപ്പം തന്നെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിലുള്ള കേസ് എന്താണ്? ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാവ് തന്നെയല്ലേ, പ്രധാനപ്പെട്ട നേതാക്കളല്ലേ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്? അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? ആ വിഷയത്തിൽ നിങ്ങൾ മറ്റു പാർട്ടികളിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ആക്ഷേപം ഒരു MLAയും കേട്ടിട്ടില്ല, ഒരു ജനപ്രതിനിധിയും കേട്ടിട്ടില്ല? ആക്ഷേപം എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ തെളിവുകളടക്കം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്, ഓഡിയോ സന്ദേശങ്ങളടക്കം നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു കേസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ലൈംഗിക ആരോപണങ്ങളൊക്കെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സൈക്കോപാത്തായ, ഇതുപോലെ ക്രിമിനൽ മൈൻഡായ ഒരു ആരോപണം ഒരു ജനപ്രതിനിധിക്കെതിരെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കേട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇപ്പോഴും MLA ആയി തുടരുന്നത് എന്തുകൊണ്ടാണ്? അയാളോട് രാജിവെച്ച് ഇറങ്ങിപ്പോകൂ എന്ന് പറയാനുള്ള ധൈര്യമോ എന്ന് പറയാനുള്ള നട്ടല്ലോ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ നിമിഷം വരെ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ചോദിക്കുമ്പോൾ മറ്റു പാർട്ടികളിൽ അങ്ങനെയല്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് വിൻസെന്റും ഒപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിയും ഇപ്പോൾ നിങ്ങളുടെ MLAമാരായി തുടരുന്നുണ്ട്, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളായി തുടരുന്നുണ്ട് എന്ന വസ്തുത നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെന്നേ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ പറയുന്നല്ലോ നടപടിയെടുത്തു. എപ്പോഴാണ് നിങ്ങൾ നടപടിയെടുത്തത്? നാണം കെട്ട് ചീഞ്ഞും നാറി പുഴുത്തതിനു ശേഷമല്ലേ നിങ്ങൾ നടപടിയെടുത്തത്? നേരത്തെ റിനി ആൻ ജോർജ് ഇയാളുടെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞ സമയത്ത് നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്തത്? അയാളെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് അയാളെ ഈ ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവും ഒക്കെ ചേർന്നുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് MLA ആക്കുകയായിരുന്നു. എന്നിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് ഈ വലിയ സുവിശേഷം പറയുന്നത്. നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കൂ, ആ പരാതിയുടെ തുടക്കത്തിൽ നടപടി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, എടുത്തിരുന്നുവെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വിഷയം ഇന്ന് ഇങ്ങനെ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല, ഈ രീതിയിൽ വരുമായിരുന്നില്ല, MLA എന്ന രീതിയിൽ വരുമായിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അലംഭാവം കാണിച്ചു, അവരുടെ പതിവ് രീതി കാണിച്ചു, ഒന്നും ചെയ്തില്ല. അതിന്റെ തുടർച്ചയാണല്ലോ ഇയാൾ MLA ആകുന്നതും ഈ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതും.